കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മൾ പതിവായി മുടങ്ങാതെ ആറ്റുകാൽ ഉത്സവത്തിന് പോകാറുണ്ട്. ലാസ്റ്റ് 2 വർഷം, അതായത് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലവും നമ്മുടെ പാപ്പടും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഉത്സവം കൊടിയേറുന്നത് മുതൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും. മണക്കാട് തൊട്ട് 2 സൈഡ് ലൈറ്റ്, വണ്ടികൾ നിയന്ത്രിക്കാൻ പോലീസ്, അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലെത്തി. ഈ കാണുന്നത് ക്ഷേത്രത്തിനകത്ത് കയറി ദേവിയെ തൊഴാനുള്ള തിരക്കാണ്. നമ്മൾ ചെന്നപ്പോ അമ്പലത്തിലെ വിളക്ക് കെട്ട് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നേരെ ക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങിയിട്ട് പിന്നെ അവിടെ നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ, അങ്ങനെ നമ്മളും കത്തിച്ച് അവിടെ നാരങ്ങ വിളക്ക്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ നമ്മൾ ഗ്രൗണ്ടിലോട്ട്. അവിടെ ആകെ 3 സ്റ്റേജ് ഉണ്ട്. ആ 3 സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം കുറച്ചധികം കടകളുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിന്റെയും സ്റ്റോള് കെട്ടി വരുന്നതേ ഉള്ളൂ, കാരണം തുടങ്ങിയിട്ടല്ല ഉള്ളൂ. ഈ കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല വരുന്നത് മാർച്ച് 13-നാണ്. ആ ദിവസം ഇവിടെ ഒന്നും നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്കാണ്. അങ്ങനെ നമ്മൾ അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്ന്. നമ്മുടെ പാപ്പുടെ ഒരു ആന ലവറാണ്. ഏത് ഉത്സവം വന്നാലും എന്ത് ഫംഗ്ഷൻ വന്നാലും അവനൊരു ആന നിർബന്ധമാണ്. അങ്ങനെ നമ്മളും വാങ്ങിയ ഒരു ആനേനെ. ശരിക്കും ഉത്സവത്തിന് ഇങ്ങനെ കടകളിൽ കയറി ഇറങ്ങി ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് നേരെ പോയത് 2 ചായയും വാങ്ങിച്ചു കുടിച്ച് കോളിഫ്ലവർ ബജിയും. സത്യം പറഞ്ഞാൽ അത് അത്ര പോരായിരുന്നു. പിന്നെ ഒരു ഫാൻസി കടയിൽ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പെറ്റ് ഷോ കാണാൻ വേണ്ടി. അങ്ങനെ ഈ കൊല്ലത്തെ ആറ്റുകാൽ ഉത്സവം വന്നെത്തി. അപ്പൊ നിങ്ങൾ ഇതുവരെ ആറ്റുകാൽ ഉത്സവത്തിന് പോയിട്ടില്ലെങ്കിൽ വേഗം പൊക്കോളൂ. ഈ മാർച്ച് 5-നാണ് ആറ്റുകാൽ ഉത്സവം സ്റ്റാർട്ട് ആയത്. അതുപോലെ 9ാം ഉത്സവമായ മാർച്ച് 13-നാണ് പൊങ്കാല വരുന്നത്.